ത്രിയേക ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയൊരവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ദിവസം ചിന്തയ്ക്ക് വേണ്ടി ഞാൻ സങ്കീർത്തനം 128 അധ്യായം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. യഹോവ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിൻ്റെ കൈകളുടെ അധ്വാനബലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവമര തൈ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും. നിൻ്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ഈ ഒരു വചനം, ഈ ഒരു അധ്യായം എനിക്ക് ഏറ്റവും ഒരു പ്രിയപ്പെട്ടത്, ഞാൻ അനേക പ്രാവശ്യം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു കാര്യം. ഇവിടെ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നവൻ അവൻ്റെ ജീവിതത്തിൽ ദൈവം തരുന്ന അനുഗ്രഹത്തെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, അവൻ ഭാഗ്യവാൻ എന്ന് പറയപ്പെടുന്നു. ഭാഗ്യവാൻ എന്ന് ദൈവം നമ്മൾ ആരെയാണ് വിളിക്കുന്നത്? അവൻ തക്കതായ കാലത്തിൽ അവൻ്റെ ജീവിതത്തിൽ നന്മ വരുമ്പോൾ അവനെ നാം ഭാഗ്യവാൻ എന്ന് പറയും. അവൻ വിചാരിക്കുന്ന പ്രകാരമൊക്കെ കാര്യങ്ങൾ, പ്രശ്നങ്ങളും പ്രയാസമില്ലാതെ വിചാരിക്കുന്ന പോലെ അവൻ അനുഗ്രഹിക്കപ്പെടുമ്പോൾ അവനെ ഭാഗ്യവാൻ, അവരുടെ മകളെ ഭാഗ്യവതി എന്ന് പറയും. അങ്ങനെ ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യൻ, അവൻ്റെ വഴിയിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് വേദവചനം പറയുന്നു. അവന് നല്ലൊരു സ്നേഹമുള്ള ഭാര്യയും മക്കളും സ്നേഹമുള്ളതായിരിക്കും എന്ന് പറയപ്പെടുന്നത് മാത്രമല്ല, നീ മക്കളെയും മക്കളുടെ മക്കളെയും തലമുറയെ കാണും. അങ്ങനെയെങ്കിൽ നീടിച്ച ആയുസ്സിനും ആരോഗ്യത്തിനും ദൈവം അവിടെ വാക്ക് കൊടുക്കുന്നു. അതേപോലെ നിൻ്റെ അധ്വാനത്തിൻ്റെ ബലം നീ കഴിക്കും എന്ന് പറയുന്നത് ഇന്ന് അനേകർക്ക് ഒത്തിരി പണമുണ്ട്, ഒത്തിരി സമ്പാദിക്കുന്നു, പക്ഷേ അവരെ കൊണ്ട് നല്ലൊരു ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. കാരണം അവർക്കുണ്ടായ അസുഖങ്ങൾ, കൂടുതലായിട്ട് അസുഖമില്ലാത്ത ഒരു ജീവിതം. ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് യെരൂശലേമിൻ്റെ നന്മയെ കാണും. നിൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ സമാധാനമില്ലാത്ത ഒരു ജീവിതം. അനേക പണമുണ്ട്, പക്ഷെ അവരുടെ ജീവിതത്തിൽ ഏതോ ഒരു പ്രശ്ന നിമിത്തമായിട്ട് സമാധാനമില്ലാത്ത ഒരു ജീവിതം. ചിലപ്പം ഒരു രോഗനിമിത്തമായിട്ട് എനിക്കൊരു രോഗം വന്നല്ലോ എന്ന് മരണത്തെയും കാത്തുള്ള സമാധാനം അല്ലറ്റ ഒരു ജീവിതമായിരിക്കും. ഒരു പക്ഷേ ചിലർക്ക് മക്കളെ ചൊല്ലി ഒരു സമാധാനമില്ല, മറ്റു പ്രയാസങ്ങളാൽ സമാധാനമില്ല. പക്ഷേ ദൈവത്തെ ഭയപ്പെടുന്ന അവൻ്റെ വഴിയിൽ നടക്കുന്നവന് സമാധാനം ഉണ്ടാകും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഷിയോനിലിരുന്ന് ദൈവം അനുഗ്രഹിക്കും. ഷിയോൻ എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന സ്ഥലം എന്ന് ദൈവത്തിൻ്റെ ഈ വചനം പറയുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു മനുഷ്യൻ, ദൈവത്തിൻ്റെ വഴിയിലിരിക്കുന്നവൻ ഇങ്ങനെയൊക്കെ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എൻ്റെ പ്രാർത്ഥന ജീവിതത്തിൽ ഞാൻ അനേകരെ കണ്ടിട്ടുണ്ട്. ഏതൊക്കെ കുടുംബനാഥൻ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിട്ട്, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നതിനായിട്ട് ദൈവഭയം അവനിലുണ്ടോ, ഇവനൊക്കെ മുടങ്ങാതെ പള്ളിയിൽ ചെന്ന് ഭക്തി മാർഗത്തിൽ ദൈവത്തിന് തിരുഹിതം പ്രകാരം ജീവിക്കുന്നു, അവരുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ അനുഗ്രഹം വന്നിരിക്കുന്നത് ഞാൻ ഏറെ കണ്ടിട്ടുണ്ട്. അതേ സമയത്തിൽ പ്രാർത്ഥനയില്ലാതെ, ദൈവഭയമില്ലാതെ പിശാചിൻ്റെ വഴിയായ പാപത്തിൻ്റെ വഴിയിൽ നടക്കുന്ന എത്രയോ പിതാക്കന്മാർ ഇരിക്കുന്ന ആ ഭവനത്തിൽ, കുടുംബത്തിൽ സമാധാനമില്ല, കുടുംബത്തിൽ ദാരിദ്ര്യമില്ല, ഉയർച്ചയില്ല. എത്ര ശ്രമിച്ചാലും ഉയർച്ചയില്ലാത്ത അനേക കുടുംബങ്ങൾ എൻ്റെ പ്രാർത്ഥന ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, എനിക്കൊരു പിതാവിനെ അറിയാം. ആ പിതാവ് ഒരു നല്ലൊരു പ്രാർത്ഥനയുള്ള ഒരു ജീവിതം. പ്രാർത്ഥനയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ മുടങ്ങാതെ പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കും. രാവിലെ എണ്ണിട്ടതും ആദ്യം ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. ബൈബിൾ വായിക്കുന്ന പറഞ്ഞാൽ നാമൊക്കെ വായിക്കുന്ന പോലെ വെറുതെ ഇങ്ങനെ ഇരുന്ന് കിടന്ന് അല്ല, മുട്ടുമേൽ നിന്ന് വായിക്കും. അനേക പ്രാവശ്യം മുട്ടുമേൽ നിന്ന് തന്നെ ബൈബിൾ വായിച്ചു തീർത്തിട്ടുണ്ട്. 3-4 പ്രാവശ്യം വായിച്ചു തീർന്നിട്ടുണ്ട് എന്ന് ഞാൻ കേൾക്കുവാനിടയാണ്. ഇത് അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞൊരു കാര്യം. ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭർത്താവ് എനിക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അവരുടെ ജീവിതത്തെ നോക്കുമ്പോൾ അവർക്ക് ഒരേ ഒരു മകൾ, എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. ആ മകളിന്
നല്ലൊരു ചെറുക്കനെ കണ്ടെത്തി നല്ലൊരു കല്യാണം കഴിച്ച് ആ ചെറുക്കനും തങ്കപ്പെട്ട പയ്യൻ, ഒരു ദുൽസ്വഭാവവുമില്ല, മദ്യപാനമോ ടൊബാക്കോ അങ്ങനെ ഒരു പാപകാര്യങ്ങളില്ലാതെ ഒരു നല്ല ഒരു മനുഷ്യൻ, താഴ്മയുള്ള ഒരു മനുഷ്യൻ, പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ എനിക്കറിയാം. ഇപ്പോൾ അദ്ദേഹം വന്നിട്ട് എൻ്റെ ഓഫീസിൽ തന്നെ ഒരു ഉയർന്ന പൊസിഷനിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡൻ്റായിട്ട് ജോയിൻ ചെയ്തിട്ട് എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അദ്ദേഹം അത്രയും പൊസിഷനിരിക്കുന്ന ഒരു കാണിക്കാതെ താഴ്മയുള്ള ഒരു മനുഷ്യൻ. പ്രിയമുള്ളവരെ, ആ വ്യക്തി, ആ പിതാവ് ദൈവഭയമുള്ളപടിയാൽ, ദൈവത്തെ അന്വേഷിച്ചപടിയാൽ, ദൈവഭയത്തോടു കൂടി ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുകയും പാപത്തെ വിട്ട് മാറി പിശാചിൻ വഴി നടക്കാതെ ദൈവത്തെ വഴി നടന്നാൽ അവരുടെ മക്കൾ സന്തതി അനുഗ്രഹിക്കപ്പെട്ടു. ദൈവം അവിടുത്തെ ഒരു സമാധാനത്തെ തന്നു. ഇതേ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ തരും. നിങ്ങളും അതുപോലെ തന്നെ ചെയ്യണം. ദൈവത്തിൻ്റെ ഭയപ്പെടണം, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കണം. നിങ്ങളെ ദൈവം ഒരു കുടുംബത്തിൻ്റെ നാഥനായിട്ട്, അപ്പനായിട്ട്, ഭർത്താവായിട്ട് വയ്ക്കുന്നത് ഒരു ഉയർന്നൊരു സ്ഥാനം. അതേ സമയത്തിൽ ദൈവം നിങ്ങളുടെ അടുത്തിൽ വലിയ ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മൂലമാണ് കുടുംബത്തിൽ അനുഗ്രഹം വരുന്നത്, നിങ്ങൾ മുഖാന്തരമാണ് കുടുംബത്തിൽ ശാപവും വരുന്നത്. നിങ്ങൾ ദൈവത്തെ ഭയന്ന് ദൈവവഴിയിൽ നടക്കുമെങ്കിൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ഭാര്യ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടും. മറിച്ച് ദൈവഭയമില്ലാതെ പാപത്തിൻ വഴി ഈ ലോകം കൊടുക്കുന്ന പാപ സ്വഭാവങ്ങളെ കൊണ്ടിരുന്നാൽ നിങ്ങൾ മുഖാന്തരമായിട്ട് കുടുംബത്തിലൊരു നന്മ തടസ്സപ്പെടും. നിങ്ങളുടെ പാപം നിമിത്തമായിട്ട് കുടുംബത്തിലൊരു അനുഗ്രഹം വരാതിരിക്കും. നിങ്ങളുടെ കുടുംബം നിമിത്തമായിട്ട് നിങ്ങളുടെ മക്കൾക്കൊരു ഉയർച്ച ഉണ്ടാകത്തില്ല. ചിന്തിച്ചു നോക്കുക പ്രിയമുള്ളവരെ. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പാപം നിമിത്തമായിട്ട് നമ്മുടെ ഒരു തെറ്റ് ചെയ്യാതെ നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ മക്കൾ ശിക്ഷിക്കപ്പെടണം. ഞാനൊരു കുടുംബം എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഉയർച്ചയുമില്ല, ഒരു നന്മയുമില്ല, മക്കളിലും ഒരു കര കയറിയിട്ടില്ല, സാമ്പത്തിക വലിയ ബുദ്ധിമുട്ട്, ഓരോ മാസവും കടം വാങ്ങിച്ചാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്ന് എൻ്റെ അടുത്ത് വേദനയോടുകൂടി പറഞ്ഞു. പക്ഷെ ഞാൻ അറിയും ആ കുടുംബത്തിനെ. ആ പിതാവ് കടുത്ത മദ്യപാനി. ആ ഒരു പാപമത്രേ അവർ കുടുംബത്തിലൊരു ഉയർച്ച വരാതെ കാത്തു നിൽക്കുന്നത്. അവർ പാപം ചെയ്യുമ്പോൾ ആ കുടുംബത്തിൽ എങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം വരും? ഞാൻ വേദവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ അവരെ പ്രാർത്ഥിച്ചയച്ചു. ചില ദിവസം കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായിട്ട് ദൈവം അദ്ദേഹത്തിനെ തൊടുകയും അദ്ദേഹം ഈ പാപത്തെ ശരി, എനിക്കിത് വേണ്ട, എൻ്റെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തിനും ഇതൊരു ദോഷമാണെങ്കിൽ ഇത് വേണ്ട എന്ന് വിട്ടുകളഞ്ഞപ്പോൾ അത്ഭുതകരമായിട്ട് ആ കുടുംബത്തിൽ വഴി തുറക്കപ്പെട്ടു. എല്ലാവിധത്തിലും അനുഗ്രഹം ലാഭിച്ചു എന്ന് എൻ്റെ അടുത്ത് വളരെ സന്തോഷമായിട്ട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം. പ്രിയമുള്ളവരെ, ഈ നമ്മുടെ മുഖാന്തരമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ വേദന അനുഭവിക്കുന്നെങ്കിൽ, നമ്മുടെ മുഖാന്തരമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം, അനുഗ്രഹ തടസ്സമെങ്കിൽ നാം മാനസാന്തരപ്പെടണം. നാം ദൈവത്തെ ഭയപ്പെടുന്നവരായി മാറണം. നാം ദൈവത്തിൻ്റെ വഴികളിലേക്ക് നടക്കണം. ദൈവത്തെ ഭയപ്പെടുന്നത് എന്തെന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് ദൈവം ആഗ്രഹിക്കുന്നു അപ്രകാരമുള്ളൊരു ജീവിതം. ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്താണ്? നാം ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കണം, ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തിന് ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കണം. നമ്മുടെ വേറെ ആരുമല്ല. അതേപോലെ വേദവചനം വായിക്കണം, ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. ദൈവത്തോട് ചേർന്നുള്ളൊരു ജീവിതം, ഒരു വിശുദ്ധിയുള്ള ജീവിതം, പാപമില്ലാത്തൊരു ജീവിതം, ഒരു താഴ്മയുള്ള ജീവിതം, ചുരുക്കത്തിൽ നമ്മുടെ ദൈവത്തെ പോലെ ആകണം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നന്മ സംഭവിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ അധ്വാന ബലത്തെ നിങ്ങൾ കഴിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ യെരൂശലേമിൻ്റെ നന്മയെ നിങ്ങൾ കാണും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്നൊരു തീരുമാനമെടുക്കൂ. ഞാൻ ദൈവത്തിൻ്റെ വഴി നടക്കും, ദൈവത്തിൻ്റെ ഭയപ്പെടുമെന്ന്. അനേക സഹോദരിമാർ എന്നോട് പറയുന്ന ഒരു കാര്യം, എൻ്റെ ഭർത്താവ്, അദ്ദേഹത്തിൻ്റെ ഈ പാപം മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. അദ്ദേഹത്തിന് പള്ളിയുമില്ല, ഒന്നുമില്ല, പ്രാർത്ഥിക്കത്തില്ല, പള്ളി പോകത്തില്ല, മദ്യപാനം, മറ്റ് കാര്യങ്ങൾ, മറ്റ് പാപകാര്യങ്ങൾ, നാവെടുത്ത വേണ്ടാത്തത് സംസാരിക്കുക, തെറി വിളിക്കുക, അങ്ങനെ പലവിധമായ സ്വഭാവങ്ങൾ ഇന്ന് പല സഹോദരികൾ അവരുടെ ഭർത്താക്കന്മാരെക്കുറിച്ച് എന്നോടുകൂടെ വേദനയിടുമ്പോൾ അവരോട് കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വേദനയിൽ കഴിയുന്നവർക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരേ ഒരു ആലോചന,
വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1-2 വചനങ്ങൾ വായിച്ചു നോക്കുമ്പോൾ, നിങ്ങളുടെ ഭർത്താവ് ദൈവത്തെ അറിയാതെ ജീവിക്കുന്നെങ്കിൽ, വചനത്തെ അറിയാതെ ജീവിക്കണമെങ്കിൽ, നിങ്ങളുടെ നേർവഴി മുഖാന്തരം, നിങ്ങളുടെ നന്മയും മുഖാന്തരം, നിങ്ങളുടെ വിശുദ്ധി കണ്ട് വചനം കേൾക്കാതെ അദ്ദേഹം കൂടെ ദൈവത്തിനുള്ളിൽ തിരിയും. നാമും ചെയ്യേണ്ടത് അങ്ങനെ തന്നെ. നാം അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം ഈ പറഞ്ഞ അനുഗ്രഹം, ഈ പറഞ്ഞ നന്മ നമ്മുടെ ജീവിതത്തിൽ വരും. നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗപിതാവേ, അവിടുത്തെ തൃപ്പാദത്തിൽ ഞങ്ങൾ വരുന്നു. ഈ ഒരു നല്ല വചന സന്ദേശത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യൻ, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്ന മനുഷ്യൻ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും എന്നെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുകയും അതിനാൽ ദൈവം വച്ചിരിക്കുന്ന നന്മകളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ച് അത് പഠിയാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഏതൊക്കെ കുടുംബത്തിൽ ആദന്മാർ ദൈവഭയത്തോടെ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നു, അവർക്ക് വേണ്ടി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഏതൊക്കെ കുടുംബത്തിൽ നാഥന്മാർ പാപത്തിലും ദൈവഭയം ഇല്ലാതെ ഒരു ദൈവത്തിൻ്റെ വഴി നടക്കാതെ പാപത്തിൻ വഴി നടക്കുന്ന ഓരോ സഹോദരർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരോട് ഇടപെടണമേ. അവർ മാനസാന്തരപ്പെടുവാൻ ദൈവം അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കണമേ. അവരോട് സംസാരിക്കണമേ. അബ്ബാ പിതാവേ, ഏതൊരു പാപം അവരും ദൈവവും തമ്മിൽ ഇരിക്കുന്നു, ആ പാപത്തെ വിടുവാൻ ദൈവം സഹായിക്കണമേ. ദൈവം അവരോട് സംസാരിച്ച് ചെയ്യണമേ. എത്ര കുടുംബങ്ങളപ്പാ ഇങ്ങനത്തെ ചില പാപങ്ങൾ ഇരിക്കുന്നപടിയാൽ സമാധാനമില്ലാതെ വഴക്കും ആയുമായിട്ട് ഒരു സമാധാനമില്ലാതെ ഒരു ബുദ്ധിമുട്ടുകൾ ഇത്ര കുടുംബങ്ങൾ കടന്നു പോകുന്നപ്പ, എത്ര കുഞ്ഞു മക്കൾ എൻ്റെ പിതാവിനുള്ള ചില ദുർശീല നിമിത്തമായിട്ട് അയ്യോ ഇത്ര വേദനകൾ കടന്ന് അനുഭവിക്കുന്നു പിതാവേ. ആ ഓരോ കുടുംബത്തിന് വേണ്ടി അങ്ങയുടെ പാദപീഠത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ആ കുടുംബവും ദൈവ സമാധാനം കിട്ടണം. അവരുടെ അടുത്തും ഒരു യെരൂശലേം നന്മയെ കാണണം. സിയോളിൽ ആ കുടുംബത്തെയും അനുഗ്രഹിക്കപ്പെടണമായിട്ട് ഓരോ പിതാവുകളും മാനസാന്തരപ്പെടുവാൻ വേണ്ടി അവിടുത്തെ പാദപീഠത്തിൽ വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ. ഓരോ പുരുഷന്മാരും ദൈവത്തെ അറിയണമേ, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണമേ. ദൈവത്തിന് തിരഹിതമില്ലാത്ത പാപ വഴികൾ വിടുവാൻ ദൈവം അവരോട് ഇടപെടണമേ. ഇതിനു വേണ്ടി കരയുന്ന ഓരോ സഹോദരികളും മക്കളും മറ്റു മാതാപിതാക്കൾ കരയുന്ന ഓരോരുത്തർക്ക് വേണ്ടി അങ്ങയുടെ പരിശുദ്ധ മുഖത്തെ ഞാൻ നോക്കി പാർക്കുന്നു. അപ്പാ, ദൈവം ഇടപെടണമേ. ഏതൊക്കെ മനുഷ്യൻ കഠിന ഹൃദയത്തോട് പാപം വെച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ കല്ല് പോലെ ഹൃദയത്തെ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ. ദൈവം ഇടപെടണമേ. കുടുംബത്തിൽ അത്ഭുതം ചെയ്യണമേ. ഏതൊക്കെ സഹോദരികളും ഈ വചനത്തെ തങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ആ പാപത്തെ വിട്ട് കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ താഴ്മയെ കണ്ട് ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ അനുസരണയെ കണ്ട് ദൈവം അനുഗ്രഹിച്ച് അവരുടെ കുടുംബത്തിൽ സമാധാനം കൊടുക്കണമേ. സാമ്പത്തിക അനുഗ്രഹങ്ങൾ കൊടുക്കണമേ. രോഗങ്ങൾ വിട്ടുമാറട്ടെ, ദാരിദ്ര്യങ്ങൾ വിട്ടുമാറട്ടെ. സകലവിധ അനുഗ്രഹ തടസ്സം മാറ്റി നല്ല അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യാൻ പോകുന്ന കൃപയ്ക്കാട്ട് സ്തോത്രം താഴ്ത്തി തരുന്നു. സകല മാനമഹത്വം അങ്ങേക്ക് മാത്രം തരുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ, ആമേൻ. പ്രിയമുള്ളവരെ, ദൈവത്തെ ഭയന്ന് ജീവിക്കുക, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയെ കാണും, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കാണും. നിങ്ങൾ മക്കളുടെ മക്കളെയും കാണും. ഒരു രോഗവും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യുകയില്ല. നിങ്ങളുടെ അധ്വാനബലം നിങ്ങൾ കഴിക്കും. നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറമായിട്ട് ദൈവം ചെയ്യും. ഇപ്പോൾ ഞാൻ പ്രാർത്ഥനയോട് കൂടെ നിർത്തുന്നു. വീണ്ടും അടുത്ത ചിന്തയോട് വരുന്നവരെ ഞാൻ പ്രാർത്ഥനയോട് കൊടുത്തുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.